ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഇന്നൊരു നിങ്ങൾക്ക് കിട്ടുന്നൊരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ പ്ലീസ് യൂണിവേഴ്സ് ഗൈഡ് മീ ടു ഗൈഡ് മൈ വ്യൂവേഴ്സ്. Okay, so this is card number 1 and this is card number 2 and this is card number 3 and this is card number 4. 4 എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, വന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തുവെന്നേ ഉള്ളൂ. സോ കാർഡ് നമ്പർ 1 ഞാൻ വയ്ക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു മാലയാണ്. കാർഡ് നമ്പർ 2 ഞാൻ വയ്ക്കുന്നത് ഈ ഒരു 7 ചക്ര ബ്രേസ്ലെറ്റാണ്. കാർഡ് നമ്പർ 3 ഞാൻ വയ്ക്കുന്നത് ഈ ഒരു പൈറൈറ്റിൻ്റെ ബ്രേസ്ലെറ്റും. കാർഡ് നമ്പർ 4 ഞാൻ വയ്ക്കുന്ന ഈ ഒരു ബ്ലാക്ക് ടർമലിനുമാണ്. ഇനി നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുത്തോളുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് വായിച്ചോളുക, അല്ല കാർഡ് ചൂസ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായാണ് ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിനെ എത്രത്തോളം ആത്മാർത്ഥമായി കാണുന്നു എന്നുള്ളൊരു ടെസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ടിരിക്കുക. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ആണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണോ വേണ്ടേ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളുക. റിസ്ക് ആണെങ്കിൽ അത് കുറച്ച് നോക്കിയിട്ട് ചെയ്യുക. എന്നാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കൂ. കാർഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഓക്കെ, ഒരു കംഫർട്ട് സോണിൽ ഒരു എഗ്ഷെല്ലിനകത്തിരിക്കാണ്ട് നിങ്ങൾ കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വന്നോളൂ. നിങ്ങൾക്ക് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഉള്ള എൻവറോൺമെൻറ്റ് ദൈവം ഒരുക്കി തരും. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാൻ തയ്യാറായിക്കോളൂ, അല്ലെങ്കിൽ എന്താണോ സിറ്റുവേഷൻ അതിന് റെഡി ആയിക്കോളൂ. കാർഡ് നമ്പർ 4 എന്ന് പറയുമ്പോൾ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച് ആണ്. എന്തോ ഒരു ക്ലൈമാക്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു ഫൈനൽ ഒരിത്, അതായത് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും പോസിറ്റീവ് കാർഡ്സാണ്. ഈ ഡെക്ക് മൊത്തം പോസിറ്റീവ് കാർഡ്സാണ്. ഒന്നും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോസിറ്റിവിറ്റിയെ ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.